വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. അടുത്ത ടോപ്പിക്ക് റിക്കേർഷൻ ഇൻ സി ഓർ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഇൻ സി. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാറ്, ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാറ് മെയിനിൽ നിന്നാണ് കോൾ ചെയ്യാറ്. അതായത് ഒരു പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് വേറെയുള്ള ഫംഗ്ഷനൊക്കെ കോൾ ചെയ്യാറ്. അപ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഫസ്റ്റ് ടൈം മെയിനിൽ നിന്ന് ആ ഫംഗ്ഷൻ എന്തായാലും കോൾ ചെയ്തിരിക്കണം, അതിനുശേഷം പിന്നെ കോളിംഗ് പോകുന്നതെല്ലാം ആ സെയിം ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൾ ചെയ്യാം. സോ അതർവൈസ് കോൾഡ് സർക്കുലർ ഡെഫിനിഷൻ. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി റിക്കേഴ്സീവ് ഇഫ് എ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ദ ബോഡി ഓഫ് എ ഫംഗ്ഷൻ കോൾസ് ദി സെയിം ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയും. നമുക്കിനി ചെറിയൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാമിനകത്ത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ളൊരു പ്രോഗ്രാമാണിത്. അതായത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്, നമ്മും എഫ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ. നം എന്നുള്ള വേരിയബിളിനകത്ത് യൂസർ ഇടുന്ന ഒരു വാല്യൂ റീഡ് ചെയ്യും. എഫ് എന്നുള്ള വേരിയബിളിനകത്ത് കറസ്പോണ്ടിങ് നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ള ഒരു വേരിയബിൾ, അതായത് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ. അപ്പോൾ ഇവിടെ നം എന്നുള്ള വേരിയബിളിനകത്ത് സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ റീഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എഫ് എ ഈക്വൽ ടു ഫാക്ടോ ഓഫ് നം. അപ്പോൾ ഇവിടെ ഫാക്ടോ എന്നുള്ളത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുക ചെയ്യുന്നത്. ആർഗ്യുമെൻ്റ് ആയിട്ട് തൊട്ട് മുമ്പ് നിങ്ങൾ റീഡ് ചെയ്തിട്ടുള്ള ആ നമ്പറാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇവിടുന്ന് നം എന്നുള്ള വേരിയബിളാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്, അത് ഈ എൻ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇനി നിങ്ങൾക്കറിയാം ഈ ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വാല്യൂ എന്തായാലും റിട്ടേൺ ചെയ്യും. ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്തായാലും റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഈ എഫ് എ എന്നുള്ള വേരിയബിളിനകത്തോട്ടായിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഫാക്ടോറിയൽ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് എഫ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ആ എഫ് എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഈ ഫംഗ്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതാണ് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷന്. അതായത് ഇവിടെ ഫാക്ടോ എന്നുള്ള ഫംഗ്ഷൻ്റെ പേരുണ്ട്. ഈ സെയിം ഫംഗ്ഷന് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ലൈനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാക്ടോ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്, ഫാക്ടോ ഓഫ് n-1. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. അതായത് 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ് എന്ത് 5ൻ്റെ ഫാക്ടോറിയൽ. ഇനി 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഫംഗ്ഷനുള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷന് എന്തായാലും ഒരു എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കൽ മസ്റ്റാണ്. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം പെർഫോമൻസ് ലോ ആവും. കാരണം നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രോഗ്രാം സ്റ്റോപ്പ് ആവില്ല, നിങ്ങളെ മെമ്മറി യൂട്ടിലൈസേഷൻ വളരെ കൂടുതലായിട്ട് നടക്കും. അപ്പോൾ അത് നിങ്ങളെ പ്രോഗ്രാം പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷന് ഒരു എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കൽ മസ്റ്റാണ്. ഇവിടെ ഉള്ള എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം, അതായത് ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യണം. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ യൂസർ 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ യൂസർ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഈ 1ൻ്റെ വാല്യൂ 1 എന്നുള്ളത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും, എഫ് എയിലോട്ട് റിട്ടേൺ ചെയ്യും. സപ്പോസ് യൂസർ 2 ആണ് കൊടുക്കുന്നത് കരുതുക. അപ്പോൾ എന്തായാലും എന്നിൻ്റെ വാല്യൂ 2 ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. സോ എൽസ് പോർഷനിലോട്ട് വരും. എൽസ് പോർഷനിൽ എന്താ ചെയ്യുന്നത് എഫ് ഈക്വൽ ടു 2 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 2 ആണ്, 2 ഇൻറ്റു ഫാക്ടോ ഓഫ് 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ 1, 2 - 1 1. സോ 2 ഇൻറ്റു ഫാക്ടോ ഓഫ് 1. സോ എന്നിൻ്റെ വാല്യൂ 1 ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുകയാണ്. സോ ഫാക്ടോ ഓഫ് 1 ആണ് ഇങ്ങോട്ട് വരിക. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയി. സോ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ 1 എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? ആ 1 റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക.
അതായത് നേരത്തെ നമ്മൾ 2 ഇൻറ്റു ഫാക്ടർ ഓഫ് 1 ആണ് അങ്ങോട്ട് കോൾ ചെയ്തത്. അപ്പോൾ എവിടെ നിന്നാണോ കോൾ പോയത് അങ്ങോട്ടാണ് തിരിച്ചു വരിക. സോ 2 ഇൻറ്റു 1 ഇങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. സോ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. സോ എഫ് ഈക്വൽ ടു 2 ആയി. ആ 2 ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. സോ ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതേപോലെ തന്നെ 3യുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ n ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, എൽസ് പോർഷനിലോട്ട് വരും. സോ 3 ഇൻറ്റു ഫാക്ടർ ഓഫ് 2. സോ 2ൻ്റെ കേസിൽ ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല, വീണ്ടും ഇങ്ങോട്ട് വരും. സോ നേരത്തെ ഓൾറെഡി 3 അവിടെ ഉണ്ട്. സോ 3 ഇൻറ്റു 2 ഇൻറ്റു ഫാക്ടർ ഓഫ് 1. ഫാക്ടർ ഓഫ് 1 വരുമ്പോൾ തിരിച്ച് 1 ഇങ്ങോട്ട് വരും. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് 6. ആ 6 ആണ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുക, അത് ഇവിടെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിക്കർസീവ് ഫംഗ്ഷന് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമുക്കൊരു 3 സാമ്പിൾ പ്രോഗ്രാംസ് ഉണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് യൂസിങ് എ റിക്കർസീവ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നിൻ്റെ വാല്യൂ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 55 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതായത് 1 + 2 + 3 + etc. + 10. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദി nth ഫിബൊനാസ്കി നമ്പർ യൂസിങ് എ റിക്കർസീവ് ഫംഗ്ഷൻ. അതായത് നിങ്ങളൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ്. 0, 1, 1, 2, 3, 5 അങ്ങനെ പോകും. അതായത് കറണ്ട് നമ്പർ ഈക്വൽ ടു തൊട്ട് മുമ്പത്തെ 2 നമ്പറുകളുടെ സം ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി 0യും 1ഉം ആയിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 0 + 1 ആയിരിക്കും, അതായത് 1 ആയിരിക്കും. നാലാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 + 1, അതായത് തൊട്ട് മുമ്പിലുള്ള 2 നമ്പേഴ്സ് തമ്മിൽ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10ാമത്തെ ആ സീരീസിൽ 10ാമത്തെ നമ്പർ എന്താണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി പവർ ഓഫ് എ ഗിവൺ നമ്പർ യൂസിങ് റിക്കർഷൻ. അതായത് x⁻y കാണാനാണ്, അല്ലെങ്കിൽ x⁻n കാണാൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് റിക്കർസീവായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോഡിംഗ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. അതായത് റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്തായാലും ഇൻപുട്ട് ചെയ്യേണ്ടി വരും. സോ n എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ s എന്ന് പറഞ്ഞൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് എന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ ചോദിക്കാം. printf enter the value for n. സോ യൂസർ നോർമലി ഒരു എന്നിനൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. സ്കാനഫ് അത് സ്കാനഫ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുക. സ്കാനഫ് %d, ആമ്പർസാൻഡ് n. ഇനി നമുക്ക് ആ റിക്കർസീവ് ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ s ഈക്വൽ ടു നമുക്ക് ഫൈൻഡ് സം എന്നുള്ള ഫംഗ്ഷൻ്റെ പേര് കൊടുക്കാം. ഫൈൻഡ് സം ഓഫ് നമ്മുടെ ആർഗ്യുമെൻ്റ് ആയിട്ട് n ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഒരു റിസൾട്ട് എസിനകത്ത് വരും. ആ എസ് ആണ് ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ printf the sum of first n numbers is %d, s. നമുക്ക് ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. ഫൈൻഡ് സം എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. സോ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ്, ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ് സം എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു വാല്യൂ വരണം. സോ ഇൻറ്റ് n. ഇതിനുള്ളിലാണ് നമ്മൾ റിക്കർസീവ് ഡെഫിനിഷൻ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിക്കർസീവ് ഡെഫിനിഷന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സിറ്റ് കണ്ടീഷൻ എന്തായാലും കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിറ്റ് കണ്ടീഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, പിന്നെ നിങ്ങൾക്കറിയാം ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂസർ 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് 1 നമ്പറിൻ്റെ സം പറഞ്ഞാൽ 1 തന്നെയാണ്. ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 55 ആണ് സം വരിക. അതായത് 1 + 2 + 3 + etc. + 10. അപ്പോൾ നമുക്കിവിടെ എക്സിറ്റ് കണ്ടീഷൻ ആക്കിയിട്ട് യൂസർ സപ്പോസ് എന്നിൻ്റെ വാല്യൂ 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് n ഈക്വൽസ് 1 ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ 1 അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 10 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് ആണ്. സോ സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 9 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 8 നമ്പേഴ്സ്.
സം ഓഫ് ഫസ്റ്റ് 8 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 8 പ്ലസ് സം ഓഫ് ഫസ്റ്റ് 7 നമ്പേഴ്സ്. അതങ്ങനെ പോയി ലാസ്റ്റ് എന്നിൻ്റെ വാല്യൂ 1 എത്തുമ്പോൾ അവിടുന്ന് 1 റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ ഒരു മോഡലാണ് റിക്കർസീവ് ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n പ്ലസ് എഗെയിൻ ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാം. ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാം. ഫൈൻഡ് സം ഓഫ് n-1. അതായത് അടുത്ത ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ n-1 ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 പ്ലസ് 9 അങ്ങനെയാണ് പോകേണ്ടത്. സം ഓഫ് 9. അപ്പോൾ അതാണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യേണ്ടത്. സോ റിട്ടേൺ n പ്ലസ് ഫൈൻഡ് സം ഓഫ് n-1. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് ഈ എസിനകത്തോട്ട് വരും. ആ എസ് ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ n. നമുക്ക് 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് റിസൾട്ട് കിട്ടുക. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. 10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 55 ആണ് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യന് ഫിബൊനാസ്കി nth ഫിബൊനാസ്കി നമ്പർ പ്രിൻ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാനും ഇതേ ബ്ലോക്ക് തന്നെ യൂസ് ചെയ്യാം. തൽക്കാലം ഈ 2 ബ്ലോക്ക് മാത്രം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ് ഫിബ് എന്ന് കൊടുക്കാം. ഫൈൻഡ് ഫിബ്. ഓക്കെ, nth ഫിബൊനാസ്കി നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ എന്തായാലും n എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് വാല്യൂ ഇങ്ങോട്ട് എന്തായാലും വരണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൽക്കാലം ഒരു താഴെ ടൈപ്പ് ചെയ്യാണ്. 0 1 1 2 3 5 8 8 പ്ലസ് 5 13. ദെൻ ഇങ്ങനെയാണ് പോകുന്നത് ഒരു ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫസ്റ്റ് ഇനീഷ്യലി വി ഹാവ് 0 and 1 വാല്യൂ. അത് കഴിഞ്ഞ് അടുത്ത ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൂന്നാമത്തെ ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സം ആയിരിക്കും. സോ 0 പ്ലസ് 1 1. ഇനി നാലാമത്തെ ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെയും രണ്ടാമത്തെയും ഫിബൊനാസ്കി നമ്പറുകളുടെ സം ആയിരിക്കും. അതായത് 1 പ്ലസ് 1 2. അടുത്ത ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 3. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നമ്മളെ ക്വസ്റ്റിന് എന്നിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നിൻ്റെ വാല്യൂ 7 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ പൊസിഷനിൽ 0 ഉണ്ട്, 2 3 4 5 6 7. സോ എന്നിൻ്റെ വാല്യൂ 7 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ nth ഫിബൊനാസ്കി നമ്പറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ക്വസ്റ്റിന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ എന്തായാലും റീഡ് ചെയ്യേണ്ടി വരും. സോ നമുക്കൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ v, nth വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്ക് v എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് എന്നിൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ ചോദിക്കാം. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ വാല്യൂ ഫോർ എന്നിനൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യണം. സോ സ്കാൻ ഓഫ് %d, ആമ്പർസാൻഡ് n. ഇനി നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. v ഈക്വൽ ടു ഫൈൻഡ് ഫിബ് ഓഫ്, ഇവിടുന്ന് എന്നിൻ്റെ വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീക്കകത്തോട്ടൊരു വാല്യൂ എന്തായാലും വന്നിരിക്കും. ആ വാല്യൂ ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ പ്രിൻ്റ് ഓഫ് ദ nth ഫിബൊനാസ്കി വാല്യൂ ഈസ് %d, v. ആ v ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ഫിബൊനാസ്കി ആ ഒരു റിക്കർസീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ റിക്കർസീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എക്സിറ്റ് കണ്ടീഷൻ എന്തായാലും കൊടുക്കണം. നമുക്ക് ഇവിടെ എക്സിറ്റ് കണ്ടീഷനായിട്ട് കൊടുക്കാനുള്ളത് ലാസ്റ്റ് വാല്യൂ വരുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. നമുക്ക് ഈ 2 വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ ഈ യൂസർ ഇൻപുട്ട് ചെയ്തത് എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, 0യും 1ഉം അല്ല 1ഉം 2. യൂസർ 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫിബൊനാസ്കി നമ്പർ, ആ സീരീസിനകത്ത് ഫസ്റ്റ് ഫിബൊനാസ്കി നമ്പറാണ് യൂസറിന് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫിബൊനാസ്കി നമ്പർ ആ സീരീസിൽ ഏതാണ്? 0 ആണ് അല്ലേ. ഇനി അതല്ല, യൂസർ ഇൻപുട്ട് ചെയ്ത എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് 1 ആണ്. അതായത് 0 1 അങ്ങനെയാണ് പോകുന്നത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് റിക്കർസീവ് ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. സോ റിട്ടേൺ എന്തൊക്കെയാണ്? ഫൈൻഡ് ഫിബ് ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ, റിക്കർസീവ് ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ് ഫിബ് എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം മൂന്നാമത്തെ ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെയും ഒന്നാമത്തെയും ഫിബൊനാസ്കി നമ്പറുകളുടെ സം ആണ്. സോ രണ്ടാമത്തെ ഫിബൊനാസ്കി നമ്പർ എന്ന് പറഞ്ഞാൽ ഫിബ് ഓഫ് n-2 പ്ലസ് ഫൈൻഡ് ഫിബ് ഓഫ് n-1. ഓക്കെ, ഇതിൻ്റെ സമ്മാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഈ നാലാമത്തെ ഫിബൊനാസ്കി നമ്പർ ആണെങ്കിൽ 4 - 2ൻ്റെയും 4 - 1ൻ്റെയും സമ്മാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
എൻ്റർ ദ വാല്യൂ ഫോർ n. ഒന്നാമത്തെ ഫിബൊനാസ്കി ആണെന്നുണ്ടെങ്കിൽ എന്താണ് 0 ആണ്. ഇനി രണ്ടാമത്തെ ഫിബൊനാസ്കി ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യുക. മൂന്നാമത്തെ ഫിബൊനാസ്കി നമ്പറാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ റിസൾട്ട് 1 ആണ്, അതായത് 0 + 1. നാലാമത്തെ ഫിബൊനാസ്കി ആണെന്നുണ്ടെങ്കിൽ 2 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ ആണ്. ഇനി നമുക്ക് ഏഴാമത്തെ ഫിബൊനാസ്കി നമ്പറാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ 8 ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതും പ്രോഗ്രാം സക്സസ് ആയിട്ട് റൺ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് x⁻n വാല്യൂ കാണാനുള്ള പ്രോഗ്രാമാണ്. x⁻n വാല്യൂ കാണാൻ നമുക്ക് ഇതേ പ്രോഗ്രാമിൽ ലോജിക് തന്നെ യൂസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇവിടെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം. നമുക്ക് ഫൈൻഡ് പവർ എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ് പവർ. അപ്പോൾ നമുക്ക് x⁻n ആണ് കാണേണ്ടത്. നമുക്ക് എക്സും എന്നും എന്തായാലും കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. സോ x, n. റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്ക് പവർ ആണ് കാണേണ്ടത്. നമുക്ക് p എന്നുള്ളൊരു വേരിയബിൾ നെയിം കൊടുക്കാം. സോ എൻ്റർ ദ വാല്യൂസ് ഫോർ x ആൻഡ് n. എക്സും എന്നും റീഡ് ചെയ്യണം കീബോർഡിൽ നിന്ന്, കാരണം x⁻n ആണ് നമ്മൾ കാണുന്നത്. സോ സ്കാൻ ഓഫ് %d രണ്ട് വാല്യൂസ് റീഡ് ചെയ്യാനുണ്ട്. സോ $x, $n രണ്ട് വാല്യൂസാണ് റീഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പവറാണ് കാണേണ്ടത്. സോ ഫൈൻഡ് പവർ, നമ്മൾ ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ് POW എന്നാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ആർഗ്യുമെൻ്റ് ആണ് പാസ് ചെയ്യേണ്ടത്, എക്സും എന്നും ആണ് പാസ് ചെയ്യേണ്ടത്. സോ ദ x⁻n വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാം. സോ x⁻n വാല്യൂ ഈസ് %d, p. ഇനി നമുക്ക് ഫൈൻഡ് പവർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇവിടുന്ന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത്. സോ രണ്ട് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. സോ ഇൻറ്റ് തൽക്കാലം എക്സും എന്നും തന്നെ കൊടുക്കാം. വേറെ വേരിയബിൾ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. തൽക്കാലം ഞാൻ എക്സും എന്നും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കണം. നിങ്ങൾക്കറിയാം ഒരു വാല്യൂ നിങ്ങൾ ഏറ്റവും മിനിമം വാല്യൂ വരുന്ന അതിനകത്ത് x⁻0 ആണ് അല്ലേ. അതായത് എന്നിൻ്റെ വാല്യൂ 0 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇഫ് എന്നിൻ്റെ വാല്യൂ യൂസർ 0 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം x⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2⁻0, 4⁻0 ഇതെല്ലാം 1 ആണ് റിസൾട്ട് വരിക. സോ റിട്ടേൺ 1. ഇനി അതല്ല യൂസർ എന്നിൻ്റെ വാല്യൂ വേറെ വല്ല വാല്യൂ ആണ് കൊടുത്തതെങ്കിൽ റിട്ടേൺ, നിങ്ങൾക്കറിയാം x⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x × x⁻2 ആണ്. x⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x × x⁻1 ആണ്. x⁻1 എന്ന് പറഞ്ഞാൽ 1 × x⁻0 ആണ്. സോ x⁻0 വന്നു കഴിഞ്ഞാൽ അവിടുന്ന് 1 റിട്ടേൺ ചെയ്യും. ഈ ഒരു മോഡലാണ് അത് വർക്ക് ചെയ്യേണ്ടത്. സോ റിട്ടേൺ x × ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാം. x × ഫൈൻഡ് പവർ ഓഫ് രണ്ട് ആർഗ്യുമെൻ്റ് ആണ് പാസ് ചെയ്യണം. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് x തന്നെയാണ്, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് x-1. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. സോ x⁻n വാല്യൂ ആണ് കാണേണ്ടത്. സോ എക്സിൻ്റെ വാല്യൂ 2ഉം എന്നിൻ്റെ വാല്യൂ 3ഉം കൊടുത്തു നോക്കാം. അതായത് 2⁻3 എന്ന് പറഞ്ഞാൽ 8 കറക്റ്റ് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് 2⁻4 എന്ന് നോക്കാം, അല്ലെങ്കിൽ 3⁻2 കൊടുത്തു നോക്കാം. 3⁻2. സോ 3⁻2 ഈസ് 9 കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ഒരു റിക്കഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോഗ്രാം. റിക്കഴ്സീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കൽ മസ്റ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം പെർഫോമൻസിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.